ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതാ നേരത്തെ കാലത്തെ കുളിച്ച് സുന്ദരിയായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ പണിയിലാണ്. നമുക്ക് ഓണമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പൂവിടൽ പരിപാടിയിലേക്കൊക്കെ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ നേരത്തെ കാലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. നമുക്കിന്ന് ഓട്ടോയിലാണ് പോകേണ്ടത്. അപ്പോൾ ഓട്ടോയിൽ പോയിട്ടുണ്ട്. ഈ ഓട്ടോയിൽ നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തിയിട്ട് അമ്മേൻ്റെ ചേച്ചിയുണ്ട്, വല്യമ്മേനെയും കൂട്ടിയിട്ട് വീണ്ടും കക്കോടിക്ക് വരണം. എന്നിട്ട് മരുന്ന് വാങ്ങിക്കാനുണ്ട്. അതിനൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ വല്യമ്മേനെയും കൂട്ടി കക്കോടിക്ക് പോവാണ്. ഒരുപാട് മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി മരുന്നൊക്കെ വാങ്ങി. പിന്നെ ആദ്യമോന് വല്യമ്മേൻ്റെ വക ഒരു ഓണക്കോടി ഉണ്ടായിരുന്നു, മുണ്ട്. അതും വാങ്ങിയിട്ട് നമ്മൾ വല്യമ്മനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് നമുക്ക് അവിടുന്ന് ചോറൊക്കെ കഴിക്കണം, ടി വി ഒക്കെ കാണണം. അതൊക്കെ തന്നെ പരിപാടി. ഗൈസ്, ഫൈനലി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, അറിയാലോ. മുട്ടം വെയിലിൻ്റെ സമയത്താണ് മെഡിക്കൽ ഷോപ്പുകൾ മുഴുവൻ തെണ്ടി തിരഞ്ഞ് നടന്നത്. ഓ ഗോഡ്, ഓരോ മരുന്നും കിട്ടാൻ വേണ്ടിയിട്ടേ ഒരുപാട് മെഡിക്കൽ ഷോപ്പിൽ കയറി ഇറങ്ങി ഇങ്ങനെ കളിക്കായിരുന്നു. ഒരു വൈക്കായി. പിന്നെ അമ്മേൻ്റെ വീട്ടിൽ പോയി, അവിടുന്ന് സിനിമ കണ്ടു. ഇപ്പം നമ്മളെ വീട്ടിൽ തിരിച്ചെത്തി. ഞാനിപ്പോൾ ചെറിയൊരു പണിയിലാണ് ഗൈസ്. ഇത് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പച്ചരി ഉഴുന്നാണ് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ച് സെറ്റാക്കി വെക്കണം. ഇഡ്ഡലിക്കും അതേപോലെ ദോശയ്ക്കും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തേക്കുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ് ഗൈസ്. ബാക്കിയുള്ളതൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചു. ഇനി പ്രത്യേകിച്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ മെല്ലെ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നത്തെ ദിവസത്തിലെ പല കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ചധികം എന്താ പറയുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വീഡിയോൻ്റെ ബാക്കി നാളെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കിടന്നുറങ്ങട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിതാ രാവിലെ ആയിട്ട് മാറ്റി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഇന്നലത്തെ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീണ്ടും അമ്മേൻ്റെ വീട്ടിലേക്ക് പോകണം. ചായ ഒക്കെ കഴിഞ്ഞ് നമ്മൾ മാറ്റി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. പിന്നെ ആദ്യമോന് കുറച്ച് പരിപാടികളുണ്ട്, അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും. ബസ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഓൾറെഡി എന്തായാലും നമ്മൾ ചിലപ്പോൾ പോസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ വല്ല ഓട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ബാഗൊക്കെ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയിട്ടത് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കുന്നതല്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇന്ന് നമ്മൾ പൂവിട്ടത് ഇങ്ങനെയാണ്. ദിവസം കൂടുന്നൊരു പൂവിൻ്റെ വലിപ്പം കുറയുകയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എവിടെയാണെന്നറിയോ? ഇതാണ് നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ കേട്ടോ. അവിടെ എത്തി. അവിടെ നമുക്ക് റേഷൻ കടയിലൊന്ന് പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി അരി സാധനങ്ങളൊക്കെ വാങ്ങി. കിറ്റ് വാങ്ങാനുണ്ടായിരുന്നു ഓണത്തിൻ്റെ. അതൊക്കെ വാങ്ങി നമ്മളിപ്പോൾ അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ പൂത്തറ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് മക്കളെ. കണ്ട, ഇങ്ങനെ ഒരു പൂത്തറ സെറ്റപ്പ് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മാർബിൾ പീസിൻ്റെ മേലെ പൂവിടുന്ന ടീംസ്. അങ്ങനെ പൂത്തറയിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മെല്ലെ പോവാണ്. ഇത് അവളെ അടുത്തേക്ക്. ഇതാണ് ലാസി പെണ്ണ്. ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വിടൂല. സ്നേഹിച്ച് കൊല്ലുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ പറയാം, പണ്ടെന്ന് പറയുമ്പോൾ പൂത്തറ ഇടുന്ന സമയത്ത് നമ്മൾ താഴെ മണ്ണൊക്കെ കൂട്ടിയിട്ട് ചാണകമൊക്കെ മെഴുകി അങ്ങനെയൊക്കെ ആയിരുന്നു ഇടുക. മഴ വരുന്ന സമയത്ത് 4 കാലൊക്കെ കുത്തി ഒരു പന്തലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കുഞ്ഞി പന്തലൊക്കെ കെട്ടിയിട്ടൊക്കെ ആയിരുന്നു പണ്ടത്തെ പൂത്തറ സെറ്റപ്പ്. ഗൈസ്, ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മൾ വേറെ എവിടെയും പോയില്ല കേട്ടോ. ഇനി നാളെ ഉണ്ട് പരിപാടി, ബാക്കി കിടക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ കൂടി ആഡ് ചെയ്യാം കേട്ടോ. നാളെ വേറെ കുറച്ച് പരിപാടികളൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കേണ്ടത് നടക്കുമോ അറിയില്ല. എന്തായാലും ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നാളത്തെ വീഡിയോ ഒക്കെ ആഡ് ചെയ്യും. ഇന്ന് കഴിഞ്ഞില്ലല്ലോ, ഇന്നിപ്പോൾ വന്നിട്ടല്ലോ, സമയം 4:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നൈറ്റ് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളത്തത് കൂടി ഈ ഒരു വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നടക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ.
ഒരു പണിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് കിട്ടുക. അലമാരേൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഡ്രസ്സുകൾ മൊത്തം എടുത്ത് മാറ്റിയിട്ട് കുറേ സഞ്ചിയിലും കവറിലൊക്കെ ഉള്ളതൊക്കെ എടുത്തിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു കേട്ടോ അടുത്ത പരിപാടി. കുറച്ച് ലോങ് പരിപാടിയായിരുന്നു ഇത്. ഗൈസ് ഗൈസ് ഞാനിപ്പോൾ സെറ്റും മുണ്ടൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ഇനി വേറെ എന്താ, ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. പറഞ്ഞു ചെയ്തതല്ല, ബാക്ക്ഗ്രൗണ്ടിൽ പുറത്ത് നല്ല മഴയാണ്. അപ്പം ഞാനിപ്പോൾ എന്തിനാ അത് മാറ്റിയതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു എന്താ പറയുക, ഓണമൊക്കെ അല്ലേ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് സെറ്റാക്കി ഉടുത്ത് നിൽക്കുന്നത്. ഇനി ബാക്കി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കാം. ഞാനിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരാം. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ ഓണം റിലേറ്റഡ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലൊരു ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു അടിപൊളി ഐറ്റം ഞാൻ ഓർഡർ ചെയ്തതാണ്. മീഷോ എന്നാണ്. കവർ കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനലിലെ ലേഡി ബോസ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. മെൻഷൻ ചെയ്യാം, ലേഡി ബോസ് അല്ലെങ്കിൽ നീലിപ്പെണ്ണ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനലിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇല്ലെങ്കിൽ ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഏതെങ്കിലും വീഡിയോൻ്റെ ലിങ്കോ കാര്യങ്ങളോ കൊടുക്കുക. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൽ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല, അതിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് അമ്മ വന്ന് വിളിച്ചത്. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇതാ ഇരിക്കുന്നു കത്തിയുടെ മേലെ 3-4 ആളുകൾ. എന്താണെന്നറിയോ, ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള തക്കാളീൻ്റെ അകത്ത് മൊത്തം പുഴുവാണ് ഗൈസ്. കണ്ടോ, അത് ആ കാണുന്നതൊക്കെ പുഴുവാണ്. എന്താല്ലേ, അമ്മ പറയാം, അമ്മ എടുത്ത് വെച്ച തക്കാളിയൊക്കെ വേറെ ഇരുന്നു. ഇവർക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി കുറേ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് കയറിയ സമയത്ത് അയാൾ തക്കാളി മാറ്റി വെച്ചതാണെന്ന് തോന്നുന്നത്. അമ്മ പറയാം, അമ്മ എടുത്ത് വെച്ച തക്കാളിയൊക്കെ നല്ല തക്കാളി ഇരുന്നു എന്ന്. വാങ്ങിയ തക്കാളിയിൽ മൊത്തത്തിൽ ഇതേപോലെ പുഴുവാണ്. പിന്നെ ഒരു ഡൗട്ട്, ഇത് അനങ്ങുന്നില്ലാത്തത് കാരണം ജസ്റ്റ് ഇനിയിപ്പോൾ അത് എന്താ പറയുക, മുളച്ച് പോകുന്ന ഈ വിത്തൊക്കെ ഇങ്ങനെ മുള വരുമല്ലോ, അതാണോ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് അമ്പൊന്ന് ഞെക്കി നോക്കിയപ്പോൾ അതൊന്ന് അനങ്ങി. അപ്പോൾ പിന്നെ ഉറപ്പായി യെസ്, ഇത് പുഴുവാണ് എന്നുള്ളത്. ഇന്നലെ ഇതേപോലെ തന്നെ ഇരുന്നു തക്കാളി എടുത്ത സമയത്തെ. അപ്പോൾ കണ്ടോ, ഇതൊന്നും അമ്മ എടുത്ത തക്കാളി അല്ല അത്ര. അമ്മ സഞ്ചി ആ കടയിൽ വെച്ചിട്ട് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എക്സ്ചേഞ്ച് നടന്നു ഗൈസ്. അതാണിത് ഗൈസ്. ഇത് നമുക്ക് ചായക്ക് കൂട്ടാനുള്ള ഐറ്റമാണ്. ഇതാണ് പൊരിച്ച അട. മനസ്സിലായോ? നമ്മളെ കോഴിക്കോട്ടുകാർക്ക് എല്ലാം പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഐറ്റംസാണ് ഉണ്ടാവുക. പിന്നെ കുറേ മധുരം പലഹാരം ഇഷ്ടങ്ങൾ വിളമ്പുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ? ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് സംഭവം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റോക്കറ്റാണ് ഗൈസ്. കണ്ടോ, ആദ്യമേ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി പഠിച്ചതാണ്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പോയിൻ്റ് കണ്ടോ, ഇതുകൊണ്ട് ഇന്നലെ എനിക്കൊരു ഏറ് കിട്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ തന്നെ നിന്നു. നല്ല വേദനയാണ് ഇതുകൊണ്ട് ഏറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. മേല് തട്ടിയാലേ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റോക്കറ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ലോഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറും കുറച്ച് മോരും കുറച്ച് സാമ്പാറും കുറച്ച് ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിടന്നുറങ്ങുക, ഇനി നാളത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാളത്തേക്ക് റെഡി ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്നറിയാം. എന്നാലും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ ചാനലില്ലേ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.